വിവാഹം കഴിക്കുന്നതിന് മുന്നേ നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തൊക്കെ വാല്യൂസ് ആണ് അവിടെ വരുന്നത്, ആ വാല്യൂസിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും ആശയങ്ങൾ കൈമാറേണ്ടതുണ്ട്. അതിലൂടെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്നവരായിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അല്ല, ആ വാല്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു കുട്ടികൾ വേണോ, നമുക്ക് വിവാഹത്തിന് ശേഷം കുട്ടികൾ വേണോ, അതോ കുട്ടികൾ വളർത്തുന്നത് എങ്ങനെയാണ്, കുട്ടികൾ വളർത്തുന്നത് ഇഷ്ടമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ സെക്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു ആശയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഏത് ടൈപ്പ് സെക്സ് ആണ് നമുക്ക് ഇഷ്ടം, ഒരു പോളിഗമി ആണോ അല്ലെങ്കിൽ ഒരു മോണോഗമി ആണോ, അല്ലെങ്കിൽ LGBTQ പോലുള്ള സെക്സുമായിട്ടുള്ള ആ സെക്സ് ടൈപ്പ് ആണോ നമുക്ക് ഇഷ്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇതെല്ലാം അറിയുന്നതാണ്. അതുപോലെ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കാനാണോ, താമസിച്ച് ജീവിക്കാനാണോ ഇഷ്ടം, അതേപോലെ ബന്ധുക്കളുമായിട്ടുള്ള ഒരു അടുപ്പം നിലനിർത്തണം എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണം ആഗ്രഹിക്കുന്നതാണോ നമ്മുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ആളാണോ. വർക്കിനോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവരുടെ ജോലിയായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. അതേപോലെ ഫ്രണ്ട്സിനോട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അവർക്ക് കൂടുതൽ ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അതേപോലെ തന്നെ യാത്രയെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ളവരും യാത്രയുടെ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നവരുണ്ടായിരിക്കും. അതേപോലെ ഒരു പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പണം ഒരു നല്ലൊരു ലക്ഷറി ലൈഫ് ആണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു ലക്ഷറി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അതേപോലെ തന്നെ അതെല്ലാത്രയും ലക്ഷറി ആവണമെന്നില്ല, ഒരു ചെറിയ ജീവിതമാണെങ്കിലും എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്ന നമ്മുടെ പാർട്ട്ണർമാരുണ്ടാവും. അതേപോലെ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട്, അതായത് പാർട്ട്ണർ മാത്രമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ, അതായത് ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ഒറ്റയ്ക്ക് മാറി താമസിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അതാണ് അവരെ സന്തോഷമായിട്ട് ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ടാവുക. അതേപോലെ ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു വാല്യൂവിൽ വരുന്നുണ്ട്, അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പാർട്ട്ണർ ആവാൻ പോകുന്ന ആളോട് കൃത്യമായിട്ട് നമ്മൾ ഒരു ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്, അതുപോലെ ആ പാർട്ട്ണറുടെ ഇഷ്ടങ്ങളും എന്താണെന്ന് നമ്മളും അറിയേണ്ടതുണ്ട്. എന്നിട്ട് രണ്ടുപേരുടെയും ഈ പറയുന്ന വാല്യൂസ് ഏകദേശം ഒരേപോലെ ആണ്, അല്ലെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, ഇത് എനിക്ക് പറ്റിയ മാച്ച് ആവുന്ന ഒരു പാർട്ട്ണറാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വിവാഹം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കാരണം അതിനുശേഷം ഇതിന്റെ വാല്യൂ സിസ്റ്റത്തിന്റെ രണ്ട് മാച്ച് അല്ലാത്ത രണ്ട് വ്യക്തികളാവുമ്പോൾ രണ്ട് ടൈപ്പ് വാല്യൂസ് ആകുമ്പോൾ പരസ്പരം ഇവർക്ക് അടികൂടാനും അല്ലെങ്കിൽ ഒരു പൊരുത്തക്കേട് ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യത എടുക്കുന്നത്. അതോ അതിന് മുന്നേ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ വാല്യൂ ആയിട്ട് തീരെ മാച്ച് ആവാത്തൊരു വ്യക്തിയാണ്, ഒരിക്കലും ഇദ്ദേഹമായിട്ട് വിവാഹത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഹാപ്പി ആയിട്ടൊരു ലൈഫ് കിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും വിവാഹത്തിലേക്ക് പോകേണ്ടതേ ഇല്ല. വിവാഹത്തിന് മുന്നേ നമുക്കത് കൃത്യമായിട്ട് അത് മാറ്റി വെക്കാം എന്നുള്ളതാണ്. ഇത് വിവാഹത്തിന് ശേഷമാണ് ഈ വാല്യൂ സിസ്റ്റം ഒക്കെ നമ്മൾ തിരിച്ചറിയാവുന്നത്. ഭൂരിഭാഗം ഇപ്പൊ നടക്കുന്ന എല്ലാ വിവാഹത്തിലും വിവാഹത്തിന് ശേഷമാണ് ഈ വാല്യൂ സിസ്റ്റം ഒക്കെ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് പറയാ, അയ്യോ ഇത് എനിക്ക് മാച്ച് ആവില്ലല്ലോ, ഇത് ശരിയാവില്ലല്ലോ. അപ്പോഴാണ് തർക്കത്തിലേക്ക് മറ്റുള്ള പല പ്രോബ്ലത്തിലേക്ക് അത് പോകുന്നത്. അതിനു മുന്നേ ഈ പറഞ്ഞ വാല്യൂ സിസ്റ്റവുമായിട്ട് അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ എല്ലാ വാല്യൂ സിസ്റ്റവും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പാർട്ട്ണർ ആവാൻ പോകുന്ന ആളോട് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട്. പാർട്ട്ണർ അങ്ങോട്ട് പരസ്പരം തുറന്ന് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് ശേഷം നമ്മൾ തിരഞ്ഞെടുക്കാം വിവാഹം വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു പാർട്ട്ണർ നമുക്ക് കിട്ടുകയും ചെയ്യും, നമ്മുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും പറ്റും.